ജപ്പാനിലെ പ്രകൃതി ഭംഗി നിറഞ്ഞതും വളരെ വൈവിധ്യമാർന്ന ജന്തുജീവജാലങ്ങളുമുള്ള യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു ദ്വീപാണ് അമാമി ഓഷിമ ഐലാൻഡ്. ആ ദ്വീപിലെ പാമ്പുകളുടെ ശല്യം കാരണം പാമ്പുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനായി ജാപ്പനീസ് സർക്കാർ ആ പ്രദേശത്ത് പാമ്പ് പിടിയന്മാരായ കീരികളെ ഇറക്കി. എന്നാൽ അതിനുശേഷം വന്ന മാറ്റങ്ങൾ ആരെയും ഞെട്ടിക്കുന്നതും ജാപ്പനീസ് സർക്കാരിൻ്റെ ഉറക്കം കെടുത്തുന്നതുമായിരുന്നു. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് പാമ്പുകളുടെ ശല്യം കുറയ്ക്കുന്നതിനായി അമാമി ഓഷിമ ഐലാൻഡിലേക്ക് കൊണ്ടുവന്ന് തുറന്നുവിട്ട കീരികൾ ആ ദ്വീപിനെ നശിപ്പിച്ച് അടക്കി ഭരിച്ചതിനെക്കുറിച്ചാണ്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വച്ചോളൂ, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. 1979 കാലഘട്ടങ്ങളിൽ ജപ്പാനിലെ അമാമി ഓഷിമ ദ്വീപിലെ ഗ്രാമീണ ജനങ്ങൾ ഭയത്തോടെയായിരുന്നു കഴിഞ്ഞു വന്നിരുന്നത്. ആ ദ്വീപിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് ഉഗ്രവിഷമുള്ള ഹാബു പാമ്പുകളെയായിരുന്നു. പ്രത്യേകതരം അണലി വിഭാഗത്തിൽപ്പെട്ടവയായിരുന്നു ഈ ഹാബു പാമ്പുകൾ. ആ അമാമി ഓഷിമ ദ്വീപിലുടനീളം ആ പാമ്പുകൾ ധാരാളമായി ഉണ്ടായിരുന്നു. ഓരോ മാസവും 100 കണക്കിന് ആൾക്കാർക്കായിരുന്നു ഹാബോ പാമ്പുകളുടെ കടിയേറ്റുകൊണ്ടിരുന്നത്. അന്നത്തെ ആദ്യകാലത്തൊന്നും വേണ്ടത്ര വൈദ്യസഹായം ലഭ്യമാകാനുതകുന്ന ആശുപത്രികളൊന്നും തന്നെ ആ ദ്വീപിലുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ഹാബോ പാമ്പുകളുടെ വനത്തെ നിർവീര്യമാക്കുന്ന ആൻറ്റിവനം കണ്ടുപിടിച്ചിട്ടുമുണ്ടായിരുന്നില്ല. ഗ്രാമീണ ജനങ്ങളുടെ നാടൻ വൈദ്യ ചികിത്സയൊന്നും ഫലമുണ്ടായിരുന്നില്ല. തലകറക്കം, ഛർദി, രക്തസമ്മർദ്ദം എന്നിവ പ്രകടമാക്കിക്കൊണ്ട് ഹാബോ പാമ്പുകളുടെ കടിയേറ്റവർ ഭൂരിഭാഗവും മരണത്തിന് കീഴടങ്ങിക്കൊണ്ടേയിരുന്നു. ജപ്പാനിലെ അമാമി ഓഷിമ ദ്വീപിലെ ജനങ്ങളുടെ ആ ഭീതിപ്പെടുത്തുന്ന ദുരിത ജീവിതം ജാപ്പാനീസ് സർക്കാരിനെ ഭയപ്പെടുത്തി. ജാപ്പനീസ് ഗവൺമെൻറ് സംവിധാനങ്ങളെല്ലാം തന്നെ ഉണർന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഹാബോ പാമ്പുകളുടെ വനത്തെ നിർവീര്യമാക്കുന്ന ആൻറ്റിവനം കണ്ടുപിടിച്ചു. ആ ദ്വീപിലേക്ക് പ്രാഥമിക ഹെൽത്ത് സെൻ്ററുകൾ സ്ഥാപിച്ചു. എന്നിരുന്നാലും പാമ്പ് കടിയേറ്റ് മരിക്കുന്നവരുടെ എണ്ണം ഗണ്യമായി തുടർന്നുകൊണ്ടേയിരുന്നു. കാരണം ആൻറ്റിവനം കണ്ടുപിടിച്ചുവെങ്കിലും ആ ആൻറ്റിവനം ദ്രാവക രൂപത്തിലാണുള്ളത്. അത് സൂക്ഷിക്കുന്നതിന് റെഫ്രിജറേറ്ററുകൾ അനിവാര്യമാണ്. എന്നാൽ അക്കാലത്ത് ആ ദ്വീപിൽ വൈദ്യുതി ഇല്ലാത്തതിനാൽ ആൻറ്റിവനം സൂക്ഷിക്കുവാനുള്ള സംവിധാനങ്ങൾ ആ ദ്വീപിൽ ഉണ്ടായിരുന്നില്ല. ആയതിനാൽ തന്നെ പാമ്പ് കടിയേറ്റാൽ ആ ദ്വീപിൽ നിന്നും മെയിൻലാൻഡിലേക്ക് അവരെ എത്തിച്ചാൽ മാത്രമേ ചികിത്സ സാധ്യമായിരുന്നുള്ളൂ. അത് ഒരിക്കലും പ്രായോഗികമായിരുന്നില്ല. അതുമാത്രവുമല്ല, അമാമി ഓഷിമ ദ്വീപിലെ ജനങ്ങൾ പാമ്പുകളെ മാത്രമായിരുന്നില്ല ഭയപ്പെട്ടിരുന്നത്. ദ്വീപ് നിവാസികളുടെ പ്രധാന ഉപജീവന മാർഗമായ കരിമ്പിൻ കൃഷിത്തോട്ടങ്ങളെ നശിപ്പിക്കുന്ന എലികളുടെ ശല്യത്താലും ദ്വീപ് നിവാസികൾ പൊറുതിമുട്ടിയിട്ടുണ്ടായിരുന്നു. പാമ്പുകളെയും എലികളെയും തുരത്താൻ കഴിവുള്ള ഒരു ഇനത്തിൽപ്പെട്ട ജീവിയെ ആ ദ്വീപിലെത്തിച്ചാൽ പാമ്പുകളുടെയും എലികളുടെയും ശല്യത്തിൽ നിന്ന് ഒരു ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന് അന്നത്തെ ജാപ്പനീസ് സർക്കാർ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ സുലഭമായി കാണുന്ന പാമ്പുകളെ കണ്ടാൽ വെറുതെ വിടാത്ത കീരികളെ തന്നെ ആ ദ്വീപിൽ നിക്ഷേപിക്കുവാൻ ജാപ്പനീസ് സർക്കാർ തീരുമാനിക്കുന്നു. അങ്ങനെ 1979കളിൽ 30 കീരികളെ ജാപ്പനീസ് സർക്കാർ ആ അമാമി ഓഷിമ ദ്വീപിൽ തുറന്നുവിട്ടു. വളരെ ബുദ്ധിപരമായ നീക്കമായി ആദ്യമൊക്കെ അത് കരുതിയിരുന്നുവെങ്കിലും പിന്നീടുള്ള വർഷങ്ങളിൽ ആ ദ്വീപിൽ നടന്നത് ജാപ്പനീസ് സർക്കാരിന് പോലും തലവേദന സൃഷ്ടിച്ച, ആരെയും ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങളായിരുന്നു. കീരികളെ ആ ദ്വീപിൽ തുറന്നുവിട്ടുവെങ്കിലും ആദ്യമൊന്നും അത് വിചാരിച്ച പോലെ ഫലം കണ്ടില്ല. പാമ്പുകളുടെ സാന്നിധ്യം ദ്വീപ് നിവാസികൾ നിരന്തരം നേരിട്ടുകൊണ്ടേയിരുന്നു. അതിന് കാരണം കീരികൾ പകൽ സമയങ്ങളിൽ ആക്റ്റീവാകുന്ന ഒരു ജീവിയാണ്. എന്നാൽ ഹാബോ പാമ്പുകൾ രാത്രികാലങ്ങളിലാണ് ആക്റ്റീവാകുന്നത്. അതിനാൽ തന്നെ കീരികൾ പാമ്പുകളെ വേട്ടയാടിയിരുന്നില്ല. എന്നാൽ വർഷങ്ങൾ കടന്നു പോകുന്തോറും ആ സ്ഥിതിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി. കീരികൾ ആ ദ്വീപിൽ ക്രമാതീതമായി പെറ്റുപെരുകി. കീരികളുടെ അമിതമായ സാന്നിധ്യം വന്നതോടെ പാമ്പുകളുടെയും എലികളുടെയും ആവാസ വ്യവസ്ഥയെ ബാധിച്ചതുകൊണ്ടാകാം ആ ദ്വീപിൽ പാമ്പുകളുടെയും എലികളുടെയും ശല്യം ഗണ്യമായി കുറഞ്ഞു. ദ്വീപ് നിവാസികൾ കൂടുതൽ കുറ്റിച്ചെടികളും പുൽമേടുകളും വെട്ടിത്തെളിച്ച് കൂടുതൽ കൃഷിയിടങ്ങൾ ഒരുക്കി കൃഷികളും ചെയ്തു പോന്നു. മാത്രവുമല്ല, പിന്നെ ദ്വീപ് നിവാസികൾ പാമ്പുകളെ കണ്ടാൽ തല്ലിക്കൊല്ലുകയോ പിടികൂടുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ കീരികളുടെ സാന്നിധ്യം ആ ദ്വീപിൽ മറ്റൊരു പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിതെളിച്ചു. 1979 അമാമി ഓഷിമ ദ്വീപിൽ 30 കീരികളെയായിരുന്നു നിക്ഷേപിച്ചിരുന്നതെങ്കിലും പിന്നെ അത് 2000 1993 കണക്കിൽ
10,000-ലേറെയായി കീരികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ വർഷം കഴിയുന്തോറും കീരികളുടെ എണ്ണസംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഇത്രയുമധികം കീരികൾ ഭക്ഷണത്തിനായി വേട്ടയാടിയിരുന്നത് ആ ദ്വീപിൽ മാത്രമായി കണ്ടുവരുന്ന പ്രത്യേകതരം ജന്തുജീവജാലങ്ങളെയായിരുന്നു. നമുക്കറിയാം, അമാമി ഓഷിമ ദ്വീപ് യുനെസ്കോ ലോക പൈതൃക സൈറ്റാണ്. അതായത് സംരക്ഷിക്കപ്പെടേണ്ട അപൂർവമായ നിരവധി ജന്തുജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. വംശനാശ ഭീഷണി നേരിടുന്ന അമാമി മുയലുകളടക്കം നിരവധി ജീവികൾ ആ ദ്വീപിൽ മാത്രമായി കാണപ്പെടുന്നവയാണ്. ക്രമാതീതമായി പെറ്റുപെരുകിയ ആയിരക്കണക്കിന് കീരികൾ ഭക്ഷണത്തിനായി നിരന്തരം വേട്ടയാടിയിരുന്നത് ആ ദ്വീപിൽ മാത്രം അപൂർവമായി കണ്ടുവന്നിരുന്ന മുയലുകളും പക്ഷികളുമടക്കം 15-ലധികം വരുന്ന റെയർ സ്പീഷീസിൽപ്പെടുന്ന ജീവിവർഗങ്ങളെയായിരുന്നു. അതുമാത്രവുമല്ല, ആ ദ്വീപ് നിവാസികളുടെ വീടുകളിൽ വളർത്തിയിരുന്ന കോഴികളെയും പക്ഷിമൃഗാദികളെയുമെല്ലാം കീരികൾ കൊന്നു ഭക്ഷിച്ചിരുന്നു. ദ്വീപിലെ ജനങ്ങൾ കീരികളുടെ ശല്യത്താൽ പൊറുതിമുട്ടി. കീരികൾ ആ ദ്വീപൊന്നാകെ അടക്കി വാഴുവാൻ തുടങ്ങി. അതിഭീകരമായി പെറ്റുപെരുകി കാടുകളിലും ജനവാസ മേഖലകളിലുമെല്ലാം കീരികൾ നിറഞ്ഞു. പകൽ സമയങ്ങളിൽ സജീവമാകുന്ന കീരികൾ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്ന പാമ്പുകളെക്കാൾ ഏറ്റവും കൂടുതൽ ആക്രമിച്ച് ഭക്ഷണമാക്കിയിരുന്നത് ആ ദ്വീപിലെ മറ്റു ജന്തുജീവികളെയായിരുന്നു. ആ ദ്വീപുകളിൽ മാത്രം കണ്ടുവന്നിരുന്ന അപൂർവേനം ജീവജാലങ്ങളിൽ 60% കീരികൾ കൊന്നു ഭക്ഷിച്ചു. മറ്റു ജന്തുജീവജാലങ്ങളുടെ പ്രജനനവും ആവാസ വ്യവസ്ഥയും താറുമാറായി. ഈ അവസ്ഥയിൽ മുന്നോട്ടു പോയാൽ ആ ദ്വീപിലെ ജന്തുജീവികളെല്ലാം തന്നെ വംശനാശം സംഭവിച്ചു പോകും എന്നുറപ്പായി. ജപ്പാനിലെ പാരിസ്ഥിതിക മന്ത്രാലയം വളരെ രീതിയിൽ ആശങ്കാഭരിതരായി. പാമ്പുകളെയും എലികളെയും തുരത്താൻ ഇറക്കിയ കീരികൾ ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്തു. ജാപ്പനീസ് പാരിസ്ഥിതിക മന്ത്രാലയം ഏതു വിധേനയും കീരികളെ പിടികൂടി ആ ദ്വീപിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. അതിനായി നിരവധി ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും ആ ദ്വീപിൽ നിന്നും കീരികളെ പിടികൂടി ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങൾക്കായി കച്ചകെട്ടിയിറങ്ങി. നിരവധി കെണികളും വിഷം പുരട്ടിയ മാംസച്ചൂണ്ടകളും കീരികളെ പിടികൂടുന്നതിനായി ആ ദ്വീപിൽ നിറഞ്ഞു. ഒരുപക്ഷെ കീരികൾക്കെതിരെ ജപ്പാന്റെ ക്രൂരമായൊരു വേട്ടയാടലായി തോന്നിയേക്കാമെങ്കിലും ആ ദ്വീപിലെ തനത് ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതിന് കീരികളെ ആ ദ്വീപിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യമായിരുന്നു. കീരികളെ പിടികൂടി ഒഴിവാക്കുക എന്നത് ചെറിയൊരു പണിയായിരുന്നില്ല. 1993 മുതൽ 2018 വരെ നീണ്ടുനിന്ന 25 വർഷങ്ങൾ കൊണ്ട് ആ ദ്വീപിൽ നിന്ന് പിടികൂടിയത് 32,600-ലേറെ കീരികളെയായിരുന്നു. പാമ്പുകളെയും എലികളെയും തുരത്താൻ കീരികൾ നല്ലൊരു ഉപാധിയാകുമെന്ന് ജപ്പാൻ കരുതിയിരുന്നുവെങ്കിലും ആ ജീവികളുടെ ജീവിത രീതികൾ വ്യക്തമായി പഠിക്കാതെ കീരികളെ ആ ദ്വീപിലേക്ക് കൊണ്ടുവന്ന് തുറന്നു വിട്ടതായിരുന്നു ജപ്പാൻ ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരം. അവർ അന്ന് കരുതിയിരുന്നില്ല ഇത് ഇത്രയും വലിയൊരു പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുമെന്ന്. ഇപ്പോൾ അമാമി ഓഷിമ ദ്വീപ് ശാന്തമാണ്. ആ ദ്വീപിലെ തനത് ജന്തുജീവജാലങ്ങളുടെ സംരക്ഷണത്തിനും പരിപാലനത്തിനും പ്രത്യേകം പരിഗണന നൽകിക്കൊണ്ട് ജാപ്പനീസ് പാരിസ്ഥിതിക മന്ത്രാലയം പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. 2018 ശേഷം കീരികൾക്കായുള്ള കെണികളിൽ കീരികളൊന്നും തന്നെ വിടാതിരുന്നതിനാൽ കീരികളെ ആ ദ്വീപിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിഞ്ഞതായി വിലയിരുത്തി. അങ്ങനെ അമാമി ഓഷിമ ദ്വീപിലെ കീരികളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്തു എന്ന് 2024 സെപ്റ്റംബർ 3 ജാപ്പനീസ് പാരിസ്ഥിതിക മന്ത്രാലയം അറിയിച്ചു. ആ ദ്വീപിൽ നിങ്ങളാണ് താമസിച്ചിരുന്നതെങ്കിൽ പാമ്പുകളെയും എലികളെയും തുരത്താൻ നിങ്ങൾ എന്ത് പോംവഴിയായിരിക്കും പ്രയോഗിക്കുക? നിങ്ങളെല്ലാവർക്കും വ്യത്യസ്തമായ ഐഡിയകൾ തോന്നിയേക്കാം. നിങ്ങളുടെ ബുദ്ധിപരമായ ഐഡിയകൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. വളരെ വ്യത്യസ്തമാർന്ന മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.